ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വലിയൊരു സ്നേഹത്തിൻ്റെ ഒരു സമ്മേളനമാണ്. ബഹുമാനപ്പെട്ട അറമ്പലച്ചൻ സ്നേഹത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയായിരുന്നു. നിങ്ങൾ 2 മിനിറ്റ് ഇരുന്നോ. അതിന് ശേഷം നമ്മൾ കൊണ്ട് എഴുന്നേക്കും. സ്നേഹത്തിൻ്റെ ചൈതന്യം, സ്നേഹത്തിൻ്റെ വലിയൊരു അഭിഷേകം ഈ ഒരു പോട്ട ആശ്രമത്തിൽ നിന്ന് അനേക വർഷങ്ങളായി കേരളത്തിന് പുറത്ത് നാനാദേശങ്ങളിലേക്കും അനേക കുടുംബങ്ങളിലേക്കും വ്യാപിക്കുന്നുണ്ട്. അറമ്പലച്ചൻ്റെ മനോഹരമായ പ്രസംഗം ഞാനത് ശ്രവിച്ച് കേൾക്കാൻ ഞാനും കേട്ടായിരുന്നു. ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെയും ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുന്നൊരു പ്രസംഗമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് സന്തോഷമാണ് ഇവിടെ ഈ പോട്ട ആശ്രമത്തിൽ വരുന്നത്. ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛൻ വളരെ സന്തോഷത്തോടെ എന്നെ സ്വാഗതം ചെയ്തു. ഇന്ന് വരാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല, കാരണം ചങ്ങനാശ്ശേരി കൺവെൻഷൻ 5 ദിവസം ഫുൾ അവിടെ നിൽക്കേണ്ട ആവശ്യമായിരുന്നു. പക്ഷേ ബിനോയ് അച്ഛൻ രണ്ടാമതും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പിന്നെ പോട്ടയെക്കുറിച്ച് ഓർത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പോട്ട എനിക്ക് വളരെ സ്വന്തമായൊരു സ്ഥലമാണ്. എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് പോട്ടയും. അതുപോലെ വിൻസെൻഷ്യൻ അച്ഛന്മാരും പ്രത്യേകിച്ച് നായിക്കുമറവിളച്ചൻ, പനക്കലച്ചൻ, ഇവരൊക്കെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും എന്ന് പറഞ്ഞാൽ ആത്മീയ ശുശ്രൂഷയിൽ എൻ്റെ വളരെ പ്രിയപ്പെട്ടവരാണ്. പിന്നെ കൊച്ചുമാത്തിയച്ഛൻ, പിന്നെ അതുപോലെ ധാരാളം വിൻസെൻഷൻ അച്ഛന്മാർ, നമ്മുടെ മാരിപ്പാട്ടച്ഛൻ, അഗസ്റ്റിൻ വല്ലൂരാനച്ഛൻ, ഞാൻ ഒരുപാട് വിൻസെൻഷൻ അച്ഛന്മാരോട് കടപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് പോട്ടയിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ ഞാനത് വിനോയച്ചൻ രണ്ടാമത് വിളിച്ചപ്പോൾ ഞാൻ പിന്നെ വേറെ ഒന്നും ചിന്തിച്ചില്ല, ഞാനത് ഏറ്റെടുത്തു. നല്ല സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പിന്നെ എനിക്ക് സന്തോഷമുള്ളത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. കാരണം നിങ്ങൾ ഈ ദൈവവചനത്തെ അധികമായി വിലമതിച്ച് ത്യാഗവും കഷ്ടപ്പാടൊക്കെ സഹിച്ച് വചനത്തിന് വേണ്ടി വില കൊടുക്കുന്നവരാണ്. 1000 പൊൻവെള്ളി നാണയങ്ങളെക്കാൾ ദൈവവചനത്തെ വിലയുള്ളതായി കണക്കാക്കുന്ന ദൈവമക്കളാണ് പോട്ടയിൽ വന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ. സന്തോഷമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ വന്ന് വചനം കേട്ടിട്ടാണ് അനേക സ്ഥലങ്ങളിൽ ദൈവരാജ്യ ശുശ്രൂഷകളും പരസ്നേഹത്തിൻ്റെ ശുശ്രൂഷകളൊക്കെ കേരളത്തിൽ അനേക ദേശങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ് വന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന് വചനം കേൾക്കുമ്പോൾ ഇവിടുന്ന് വചനം കേൾക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് സുഭാഷിതം 16-ാം അധ്യായത്തിൽ 16-ാമത്തെ തിരുലിഖിതം. സുഭാഷിതം 16:16. ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. സുഭാഷിതം 16:16 ഉറക്കെ വായിക്കാവോ? ആരെങ്കിലും ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് ഉറക്കെ വായിക്കാവോ? സുഭാഷിതം 16:16. അച്ഛൻ വായിക്കാം, നിങ്ങളവിടെ ഇരുന്നോ, അച്ഛൻ വായിച്ചോളാം. സുഭാഷിതം 16:14 വായിക്കുന്നതിനാണ്: ജ്ഞാനം ലഭിക്കുന്നത് സ്വർണം കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ജ്ഞാനം കിട്ടുന്നത് സ്വർണം കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. നിങ്ങൾ രാവിലെ വന്നവരാണ്, ചിലർ ഉച്ചയ്ക്ക് വന്നവരുണ്ട്, ചിലരിപ്പോൾ വന്നവരുണ്ട്, ചിലർ ഉച്ചയ്ക്ക് പോയവരുണ്ട്. പക്ഷേ നിങ്ങളിവിടെ ഇരിക്കുന്നവരുടെ കാര്യം നടുവേദന, നാളെ പല ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തെ വിലമതിക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജ്ഞാനം ലഭിക്കുന്നത്, വചനം ലഭിക്കുന്നത് സ്വർണം ലഭിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ബഹുമാനപ്പെട്ട പനക്കലച്ചനും അതുപോലെ നായ്ക്കമ്പറമ്പച്ചനും അതുപോലെ ഇവിടെയുള്ള അനേകം വിൻസെൻഷൻ അച്ഛന്മാർ ദൈവവചനം കൊടുക്കുന്നതിൽ എന്താ പറയുന്നത്, ആദ്യകാലം തൊട്ട് തന്നെ അതിന് നല്ല പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ട് അനേകം പ്രദേശങ്ങൾ, അനേക സമൂഹങ്ങളെല്ലാം വചനത്തിൻ്റെ ശുശ്രൂഷകൾക്ക് നല്ല സ്വീകാര്യതയുണ്ടായി. അങ്ങനെയാണ് അട്ടപ്പാടിയിലും ദൈവവചന ശുശ്രൂഷകൾ ആരംഭിക്കാൻ ദൈവം ഒരു വാതിൽ തുറന്നത്. അതുകൊണ്ട് ഞാൻ ഒത്തിരി സന്തോഷത്തോടെ പോട്ട ധ്യാനകേന്ദ്രത്തെയും മുരുങ്ങൂർ ധ്യാനകേന്ദ്രത്തെയും അതുപോലെ വിൻസെൻഷൻ അച്ഛന്മാരെല്ലാം നന്ദിപൂർവ്വം ഓർമ്മിച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മൾ സ്നേഹത്തിൻ്റെ വിവിധ നുവാൻസസ്, വിവിധ തലങ്ങളെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഇന്ന് ചിന്തിക്കുമ്പോൾ കർത്താവായ ഈശോയെക്കുറിച്ചുള്ള ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹം നഷ്ടപ്പെട്ടാൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ എന്തായിത്തീരും? സ്നേഹം നഷ്ടപ്പെട്ടാൽ നമ്മൾ ദൈവത്തിൻ്റെതല്ലാതായി മാറും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ മിശിഹ നമുക്ക് നൽകിയ പ്രബോധനം അനുസരിച്ച് മനുഷ്യൻ്റെ അന്ത്യത്തിൽ നമ്മളെല്ലാവരും വിധിക്കപ്പെടുന്നത് ഒരൊറ്റ മാനദണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. സ്നേഹിച്ചവരെല്ലാം വലതുവശത്തേക്ക്, സ്നേഹിക്കാത്തവരെല്ലാം ഇടതുവശത്തേക്ക്. ഒരൊറ്റ ചോദ്യമുള്ളൂ, സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ വലതുവശത്തേക്ക്, സ്നേഹിച്ചിട്ടില്ലേ ഇടതുവശത്തേക്ക്. എൻ്റെ പിതാവിനാൽ ശപിക്കപ്പെട്ടവരെ എന്നാണ് ഇടതുവശത്തുള്ളവർ കേൾക്കാൻ പോകുന്നത്. സ്നേഹം നഷ്ടപ്പെട്ടവരാണ്, സ്നേഹിക്കാൻ അറിയാത്തവർ. വലതുവശത്തുള്ളവർ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സ്നേഹിച്ചവരെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സ്നേഹിച്ചവരെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹത്തിൻ്റെ അത്യധികമായ ഉത്കൃഷ്ട തലങ്ങളെക്കുറിച്ച് ഇവിടെ കർത്താവ് പല ധന്യരായ അതിശ്രേഷ്ഠരായ വൈദികരിലൂടെ വെളിപ്പെടുത്തി. എറമ്പിലച്ഛനെ സംബന്ധിച്ച് എന്നെ വളരെ പ്രിയപ്പെട്ട അച്ഛനാണ്. കാരണം അച്ഛൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിക്കുന്നുണ്ട്. ഇത്തിരി പുസ്തകങ്ങൾ എഴുതുന്ന അച്ഛനാണ്. സന്തോഷത്തോടെ അച്ഛനെ ഞാൻ ഓർമ്മിക്കുകയാണ്. അതുപോലെ പനക്കലച്ഛനെ കുറിച്ചും മറ്റു അച്ഛന്മാരെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വിശുദ്ധ ബെനഡിക്റ്റ് മാർപ്പാപ്പ പറഞ്ഞ ഒരു വചനം ഒരു പ്രബോധനം ഓർമ്മ വരികയാണ്. ദ ഗ്രേറ്റസ്റ്റ് ചാരിറ്റി ഈസ് ഇവാഞ്ചലൈസേഷൻ. സ്നേഹത്തിന് അത്യധികമായ മേഖലകളുണ്ട്. അതിൽ വലിയൊരു മേഖലയാണ് സുവിശേഷവൽക്കരണം, ആത്മാക്കളുടെ നിത്യജീവൻ, ആത്മാക്കളുടെ നിത്യരക്ഷ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ അതിപ്രധാനമായ ഒരു ചൈതന്യം അതുതന്നെയാണ്. ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ലോകത്തെ ഒരുക്കുക, നിത്യജീവന് വേണ്ടി ദൈവജനത്തെ ഒരുക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് ഇവാഞ്ചലൈസേഷനെ കുറിച്ച് ഒന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് കാര്യമായ പ്രസംഗങ്ങൾ കേട്ടാൽ കുറച്ചൊക്കെ മനസ്സിലാവുള്ളൂ. കാര്യമായിട്ടൊന്നും മനസ്സിലായാൽ നിങ്ങളിരിക്കുന്ന പോലെ ഞാനിരിക്കും, എല്ലാം കഴിഞ്ഞ് പോകും. കാര്യമായിട്ട് ഒരു റെവലേഷൻ കിട്ടുന്നില്ല, ഉൾക്കാഴ്ചകൾ കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈശോ എനിക്കൊരു ചെറിയ വഴി പറഞ്ഞു തന്നു. അതാണ് നിങ്ങളോട് പറയണത്. ചെറിയൊരു കാര്യമാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഈശോ പറഞ്ഞതെന്ന് ഇങ്ങനെയാണ്, ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും, അതുകൊണ്ടാണ് നിങ്ങളോട് പറയണത്. ഈശോ പറഞ്ഞിങ്ങനെയാണ്, എന്നെക്കുറിച്ച് ധ്യാനിക്കുക, അപ്പോൾ എല്ലാം അച്ഛന് മനസ്സിലാകുന്നു. അച്ഛന് ഒരുപാട് അന്വേഷിച്ച് ഇങ്ങനെ നടക്കണ്ട, ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്നെക്കുറിച്ച് ധ്യാനിക്കുക, അപ്പോൾ എല്ലാം മനസ്സിലാവും. ഞാൻ പറഞ്ഞു, ഈശോയെ, അങ്ങയെക്കുറിച്ച് എനിക്കിഷ്ടമാണ്, അങ്ങ് എനിക്ക് സ്നേഹമാണ്, പക്ഷേ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിഞ്ഞുകൂടാ. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് എന്നെപ്പോലെയുള്ള ബുദ്ധിമുട്ടുണ്ട്, സ്നേഹിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കാര്യത്തിലേക്ക് വരുമ്പം സ്നേഹം പ്രകടിപ്പിക്കാനോ സ്നേഹിക്കാനോ നമുക്ക് പ്രായോഗികമായി അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് കർത്താവിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് സ്നേഹിക്കണം, പക്ഷേ സ്നേഹം എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കുറച്ചും കൂടെ കാര്യങ്ങൾ എനിക്ക് കൂടുതൽ അറിയണം. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, എന്നോട് പറയാണ്, കർത്താവായ ഈശോയുടെ കുരിശു മരണത്തെക്കുറിച്ച് ധ്യാനിക്കുക. ഈശോയെക്കുറിച്ച് ധ്യാനിക്കാൻ പലതരത്തിലുള്ള ഈശോയുണ്ട്. ഉണ്ണി ഈശോയുണ്ട്, ബാലനായ ഈശോയുണ്ട്. അങ്ങനെയുള്ള പല യേശുവിനെ കുറിച്ച് നമുക്ക് ചിത്രങ്ങളിലും ബൈബിളിലൊക്കെ കാണാൻ പറ്റും. എന്നാൽ ജീവിതത്തിൽ ദൈവസ്നേഹത്തിൻ്റെ വലിയ അനുഭവം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയാൻ എപ്പോഴും ഈശോ ആഗ്രഹിക്കുന്നൊരു കാര്യം, കുരിശിൽ മരിച്ച യേശുവിൽ പ്രകടമായ ദൈവസ്നേഹത്തെ ധ്യാനിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്നൊരു കുട്ടിയോട് പറഞ്ഞു, ക്രൂശിതനായ ഈശോയുടെ ഒരു ചിത്രം എൻ്റെ ബൈബിളിൽ വരച്ച് തരാമെന്ന് ചോദിച്ചു. കാരണം ബൈബിൾ ഞാൻ എപ്പോഴും കൂടെ കൊണ്ട് കിടക്കണതാണ്. അപ്പോൾ ക്രൂശിതനായ യേശുവിൻ്റെ ചിത്രം കൂടെ ബൈബിളിലുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ഈശോയെ ധ്യാനിക്കാമായിരുന്നു. അങ്ങനെ ഒരു കുട്ടി വരച്ചു തന്ന ചിത്രമാണ് എൻ്റെ ഈ ബൈബിളിലുള്ള ചിത്രം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ ഒരു പെൻസിലും കൊണ്ട് വരച്ച ചിത്രമാണ്, പക്ഷേ എനിക്ക് വളരെ ഇഷ്ടമുള്ള ചിത്രമാണ് ക്രൂശിതനായ ഈശോയെക്കുറിച്ചുള്ള ചിത്രം. ഈ ഈശോയുടെ അടിയിൽ 18-ാം സങ്കീർത്തനത്തിൽ 1-ാമത്തെ വാക്യം ആ കുട്ടി എഴുതി തന്നു. എൻ്റെ ദുർഭകാവസ്ഥ കണ്ടിട്ടായിരിക്കണം ആ കുട്ടി ഇങ്ങനെ എഴുതിയത്. 18-ാം സങ്കീർത്തനത്തിലെ 1-ാമത്തെ വാക്യവും ആ കുട്ടി ആ ബൈബിളിൻ്റെ അടിയിൽ എഴുതി തന്നു. അതിൻ്റെ വാക്യം ഇങ്ങനെയാണ്, 18-ാം സങ്കീർത്തനം 1-ാമത്തെ: എൻ്റെ ശക്തിയുടെ ഉറവിടമേ, എൻ്റെ സ്നേഹത്തിൻ്റെ ഉറവിടമേ, എൻ്റെ ജീവൻ്റെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇത് കാണാതെ പഠിച്ചോ, നല്ലതാണ്. എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു.
ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അതിന് വളരെ സിമ്പിളാണ്. നന്നായിട്ട് ദൈവത്തോടുള്ള സ്നേഹം നമ്മൾ വാക്കുകൾ കൊണ്ട് ആദ്യം പറഞ്ഞു തുടങ്ങുക. എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എല്ലാവരും ചേർന്ന് പറഞ്ഞോ, ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എല്ലാവരും ചേർന്ന് പറഞ്ഞോ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എല്ലാവരും പറഞ്ഞോ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എവിടെ കർത്താവിനെ സ്നേഹിക്കുന്നുവോ, എവിടെ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നുവോ, അവിടെ പരിശുദ്ധാത്മാവ് വരും, അവിടെ കർത്താവ് വരും. കർത്താവ് പഠിപ്പിക്കാൻ തുടങ്ങും. ഹോളി സ്പിരിറ്റ് കംസ് വെർ ഹി ഈസ് ലൗഡ്. എവിടെ പരിശുദ്ധാത്മാവിനെ ആര് സ്നേഹിക്കുന്നുവോ, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നിടത്തേക്ക് പരിശുദ്ധാത്മാവ് വരും. കൊർന്നേലിയൂസ് പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ചു, കൊർന്നേലിയൂസ് യേശുവിനെ സ്നേഹിച്ചു. അവിടെ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടായി. അവിടെ കർത്താവ് വന്ന് നിത്യജീവൻ കൊടുത്തു. ആരെല്ലാം പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നുവോ, ആരെല്ലാം യേശുവിനെ സ്നേഹിക്കുന്നുവോ, ആരെല്ലാം സുവിശേഷത്തെ സ്നേഹിക്കുന്നുവോ, അവിടെ ദൈവം വരും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് തൊട്ട് നിങ്ങൾ ഈ വചനമെല്ലാം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കുറച്ച് നേരം ഈശോയെ അങ്ങോട്ട് സ്നേഹിക്കണം. എന്നിട്ട് മനുഷ്യരെ സ്നേഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ചോദിക്കണം, ദൈവം അത് തരും. കുടുംബാംഗങ്ങളെ സ്നേഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ചോദിക്കണം, ദൈവം അത് തരും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ക്രൂശിതനായ ഈശോയെ ഞാനിങ്ങനെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരുന്നാൽ, ഈശോയെ സ്നേഹിക്കാനായിട്ട് ഏറ്റവും എളുപ്പമാർഗം ഈശോയെ ഓർക്കുക എന്നുള്ളതാണ്. ഓർക്കാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ ഈ പടങ്ങളും രൂപങ്ങളും വചനങ്ങളെല്ലാം. ക്രൂശിതനായ ഈശോയെ ഓർക്കുക. അങ്ങനെ ക്രൂശിതനായ ഈശോയെ ഓർത്താൽ എന്തെങ്കിലും ഗുണമുണ്ടോ, അതെങ്ങനെയാണ് അത് ജീവിതത്തിലേക്ക് ഒരു ഉപകാരമായി മാറുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് സെൻറ്റ് അഗസ്റ്റിൻ്റെ ഒരു പ്രബോധനം ആ ദിവസങ്ങളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സെൻറ്റ് അഗസ്റ്റിൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? സെൻറ്റ് അഗസ്റ്റിൻ ഈശോയെക്കുറിച്ചും പ്രത്യേകിച്ച് ക്രൂശിതനായ ഈശോയെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് സെൻറ്റ് അഗസ്റ്റിൻ വെളിപ്പെടുത്തി ഇങ്ങനെയാണ്: എ സിംഗിൾ ടിയർ shed at the remembrance of the passion of Jesus is worth more than a pilgrimage to Jerusalem or a year of fasting on bread and water. ക്രൂശിതനായ ഈശോയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു തുള്ളി കണ്ണുനീരൊരല്പം നനവ്, ഒരു വേദന അല്ലെങ്കിൽ ഒരു സ്നേഹം, ഈശോയെ എന്നൊരു ഓർമ്മ, ഒരു വിളി വന്നാൽ നിങ്ങളിവിടുന്ന് നിങ്ങളുടെ സർവ്വസമ്പത്ത് വിറ്റ് നിങ്ങൾ വിശുദ്ധ നാട്ടിൽ പോയി ഒരു വലിയ തീർത്ഥാടനം നടത്തി വരുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ അനേക മാസങ്ങൾ, ഒരു വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന കഠിന ഉപവാസം, വെറും പച്ചവെള്ളവും ബ്രെഡ് മാത്രം കഴിച്ച് ഒരു വർഷം മുഴുവനും കഠിന ഉപവാസം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനും ഉന്നതമായ കൃപ, ദൈവസ്നേഹം, ദൈവത്തിൻ്റെ അനുഭവം. ക്രൂശിതനായ ഈശോയെക്കുറിച്ച് ഒരു നിമിഷം ഓർത്ത് എൻ്റെ ഈശോയെ എന്ന് ഹൃദയത്തിൽ എളിമപ്പെട്ട് ആ ഈശോയുടെ ഓർമ്മയിലിരുന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നിങ്ങളുടെ മേൽ ഒഴുകിയിറങ്ങുമെന്ന് വിശുദ്ധനായ അഗസ്തീനോസ് പുണ്യവാളൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിപ്പിക്കുകയാണ്. വിശുദ്ധനായ അഗസ്തീനോസ് നമ്മൾ ഓർക്കണം, അനവധിയായ പാപങ്ങളുടെ ഓർമ്മ, ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് അദ്ദേഹത്തിൻ്റെ മേൽ എപ്പോഴും സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ദൈവത്തെ അനുഗമിക്കാൻ തുടങ്ങിയപ്പോഴും അദ്ദേഹം കൂടുതൽ ദൈവസ്നേഹത്തിലേക്ക് വളർന്നൊരു വഴിയാണ് ക്രൂശിതനായ യേശുവിനെ ഓർത്തു, ക്രൂശിതനായ യേശുവിനെ മനസ്സിൽ നനച്ചു, ക്രൂശിതനായ യേശുവിനെ വിചാരിച്ചു, ക്രൂശിതനായ യേശുവിനോട് പ്രാർത്ഥിച്ചു. ദൈവസ്നേഹത്തിൻ്റെ മേൽ ദൈവസ്നേഹം അദ്ദേഹത്തിൽ നിറഞ്ഞുകൊണ്ടിരുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ ഈ വലിയ നോമ്പിലെ ഈ ഒരു വെള്ളിയാഴ്ച ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഇന്ന് നിങ്ങളിത് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങളുടെ മുറിയിൽ കയറി അല്ലെങ്കിൽ ബസ്സിലിരിക്കുമ്പോൾ, നിങ്ങളുടെ കാറിലിരിക്കുമ്പോൾ, നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ക്രൂശിതനായ യേശുവിനെ കുറിച്ച് അല്പനേരം ഒന്ന് ഓർക്കണം. കുരിശിൽ മുൾക്കിരീടം തറയ്ക്കപ്പെട്ട് ശിരസ് മുതൽ പാദം വരെ ചോരയിൽ കുതിർന്നവനായി, ശരീരം മുഴുവൻ മുറിവേൽപ്പിക്കപ്പെട്ടവനായി, എൻ്റെയും നിങ്ങളുടെയും സർവ്വ മനുഷ്യരുടെയും ആത്മാവിൻ്റെ നിത്യജീവന് വേണ്ടി, നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ പാപമോചനത്തിന് വേണ്ടി, നാം പാപികളായിരിക്കെ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ക്രൂശിതനായ യേശുവിനെക്കുറിച്ച് സ്നേഹത്തോടെ ഒരു ഓർമ്മ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കൃപകൾ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരും. നിങ്ങളുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രകടമായ വിധം മാനസാന്തരങ്ങൾ കൊണ്ടുവരും.